ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്സാണ് കേട്ടോ പറയുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. International business is the process of focusing on the resources of the globe and objective of the organization on the global business opportunities and threats in order to produce, buy, sell or exchange goods or services globally. The objectives of doing international business could be high rate of profits, competition and saturation of domestic markets, increased market share, etc. The importance or advantage or benefits of international business can be explained through the following points. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബലായിട്ട് റിസോഴ്സുകൾ എന്ത് ചെയ്യുക അവർക്ക് നൽകുക, അതിനോടൊപ്പം തന്നെ ഓർഗനൈസേഷനും ബിസിനസ്സും ഗ്ലോബൽ വൈസായിട്ട് അതിൻ്റെ സാധ്യതകളും ഭീഷണികളും നേരിടാനായിട്ട് പ്രാപ്തമാക്കാം. ഏത് രീതിയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണതിൽ ബൈ, സെൽ ഓർ എക്സ്ചേഞ്ച്, അത് ഗുഡ്സ് ആൻഡ് സർവീസ് ഗ്ലോബലായിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ് ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് എന്ത് ചെയ്യാം ഗ്ലോബൽ വൈസായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. അതിൻ്റെ അവസരങ്ങളും ഭീഷണികളും എന്താണെന്ന് നേരിടാനായിട്ട് പ്രാപ്തരാക്കാം. ദ ഒബ്ജക്റ്റീവ് ഓഫ് ഡൂയിങ് ഇൻ്റർനാഷണൽ ബിസിനസ് കുഡ് ബി, ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്താവാം എന്നാണ് പറയുന്നത്. ഹൈ റേറ്റ് ഓഫ് പ്രോഫിറ്റ്സ് ആയിരിക്കാം, കോമ്പറ്റീഷൻ ആയിരിക്കാം, ഡൊമസ്റ്റിക് മാർക്കറ്റിനെ സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തിക്കാൻ, സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം സെയിൽസിലേക്ക്, പ്രോഫിറ്റിലേക്ക്, മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുക, ഇങ്ങനെ ഉള്ള കാര്യങ്ങളായിരിക്കാം ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് ആകുന്നത്. താഴെ പറയുന്ന ഒരു 13 പോയിൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിലും അഡ്വാൻറ്റേജ് ബെനഫിറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 13 പോയിൻറ്റ്സാണ് എഴുതേണ്ടത് കേട്ടോ. ഒന്നാമത്തത് ലോ കോസ്റ്റ്, രണ്ടാമത്തത് ബെറ്റർ ആൻഡ് വേരീഡ് പ്രൊഡക്ട്സ്, 3 വൈഡർ മാർക്കറ്റ്, 4 ഓവർകമ്മിങ് റിസഷൻ, 5 റിഡ്യൂസ്ഡ് റിസ്ക്, 6 ലാർജ് സ്കെയിൽ ഇക്കണോമീസ്, 7 പൊട്ടൻഷ്യൽ മാർക്കറ്റ്സ്, 8 ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, 9 സ്പെഷ്യലൈസേഷൻ, 10ാമത്തെ പോയിന്റ് ഇക്കണോമിക് ഗ്രോത്ത്, 11ാമത്തെ പോയിന്റ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് വേൾഡ് റിസോഴ്സസ്, 12th പോയിന്റ് കൾച്ചറൽ ട്രാൻസ്ഫർമേഷൻ, 13th പോയിന്റ് ഗ്ലോബൽ വില്ലേജ്. ഇങ്ങനെ 13 പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനഫിറ്റ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പറയണത്. ഒന്നാമത്തെ പോയിന്റ് ലോ കോസ്റ്റ് ആണ് പറയണത്. Comparative cost theory indicate that the countries which have the advantage of raw material, human resources, natural and climate conditions in producing particular goods and can produce the product at low cost and also high quality. This will help customers in various countries buy more products with the same amount of money. In turn, it can also enhance the living standard of the people through enhanced purchasing power. കമ്പാരിറ്റീവ് കോസ്റ്റ് പ്രകാരം ഒരു രാജ്യത്തെ സംബന്ധിച്ചിട്ട് ഗ്ലോബൽ വൈസാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവർ കൂടുതലും പ്രൊഡക്ഷൻ എവിടെയാണ് നടത്തുന്നത് അവിടെ വെച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്യണത് മാനുഫാക്ചറിങ് സെൻറ്ററൊക്കെ വെക്കണത്. അപ്പോൾ അവർക്ക് റോ മെറ്റീരിയലൊക്കെ അവൈലബിൾ ആണ് നോക്കിയിട്ടാണ് ചെയ്യണത്. റോ മെറ്റീരിയൽ, ഹ്യൂമൻ റിസോഴ്സ്, നാച്ചുറൽ, ക്ലൈമറ്റ് കണ്ടീഷൻസ് ഒക്കെ ഏത് ഗുഡ്സാണോ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത് ആ ഗുഡ്സിന് അനുയോജ്യമായ അന്തരീക്ഷം എവിടെയാണ് അവിടെ ആയിരിക്കും മാനുഫാക്ചറിങ് സെൻറ്റർ വന്നത്. അതെപ്പോഴും ലോ കോസ്റ്റ് ആണ്, കോസ്റ്റ് കുറവിന് കിട്ടുന്നതായിരിക്കും, ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യങ്ങളിലും കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരേ എമൗണ്ടിൽ തന്നെ പ്രൊഡക്റ്റ് ഗ്ലോബൽ വൈസിൽ ലഭ്യമാകും. അല്ലാണ്ട് ഫോറിൻ ഗുഡ്സ് ആണ് ഡൊമസ്റ്റിക് ഗുഡ്സ് ആണെന്ന് പറഞ്ഞ് വേർതിരിവില്ല, എല്ലായിടത്തും ഒരേ പ്രൈസ് ആയിരിക്കും പ്രൊഡക്റ്റിന് ഉണ്ടാവണം. ഇത് എന്തുയർത്തുന്ന ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പർച്ചേസിംഗ് പവർ ഉയരുന്നതിനും എന്ത് ഹെൽപ്പ് ചെയ്യാനുണ്ട്, ഈ ഇൻ്റർനാഷണൽ ബിസിനസ് ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ലോ കോസ്റ്റിന് എന്ത് കിട്ടുന്നുണ്ട്, പ്രൊഡ്യൂസ് പ്രൊഡക്റ്റ്, ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഇതാണ്, ലോ കോസ്റ്റിന് ഗുഡ്സ് അവൈലബിൾ ആക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് ബെറ്റർ ആൻഡ് വേരീഡ് പ്രൊഡക്ട്സ് ആണ്. International business enhances consumption level and economic welfare of the people of the trading countries. For example, the people of China are now enjoying a variety of products of various countries than before, as China has been actively involved in international business. The international business consumption level ഉയർത്തുന്നുണ്ട്. അതായത് ജനങ്ങളുടെ ഇക്കണോമിക് വെൽഫെയർ, ട്രേഡിംഗ് കൺട്രീസ് ഏതാണ് വരുന്നത് അവിടുത്തെ ജനങ്ങളുടെ ജീവിത നില ഉയരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞ ചൈനനെ കേട്ടോ. ചൈനയ്ക്ക് ഇപ്പം എന്താണ് പല രാജ്യങ്ങളുടെയും പല പ്രൊഡക്റ്റുകൾ ലഭ്യമായിരുന്നു. ചൈന എന്തായിട്ട് മാറണേക്ക് മുമ്പ്
ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ആക്റ്റീവ് ആകുന്നതിന് മുൻപ് കേട്ടോ. അതിനു മുൻപ് ചൈന കാർക്ക് എന്താണ് എല്ലാ രാജ്യങ്ങളും ഗുഡ്സ് അവരുടെ രാജ്യത്ത് ലഭ്യമാകുന്നത്. പിന്നീട് അവർ എന്ത് ചെയ്തു, ചൈനക്കാർ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ വിൽക്കാൻ തുടങ്ങി. അതോടുകൂടിയാണ് ചൈനക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, പല രാജ്യങ്ങളിലെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റാതായിട്ട് വന്നത്. അപ്പം ബെറ്റർ ആൻഡ് വേരിഡ് പ്രൊഡക്റ്റ്, പല പ്രൊഡക്റ്റുകൾ പല രാജ്യങ്ങളിൽ ലഭ്യമാകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 3 വൈഡർ മാർക്കറ്റാണ് പറയണത്. International business widen the market and increase the market size. Therefore, the companies need not depend on the demand of the product in a single country or customers' taste and preference of a single country. This is true in the case of most of the MNCs like Toyota, Honda, Samsung and Coca-Cola. ഇൻ്റർനാഷണൽ ബിസിനസ് എന്താണ്, മാർക്കറ്റ് അവർക്ക് എന്താണ് വൈഡൻ ആക്കുന്നതിന്, വൈഡൻ എന്ന് പറഞ്ഞാൽ വിപുലമാക്കുന്നതിനും മാർക്കറ്റ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനും മാർക്കറ്റ് കസ്റ്റമേഴ്സ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റിന് ഒരു രാജ്യത്തെ ഡിമാൻഡല്ല നോക്കണത്, അതുപോലെ തന്നെ ഒരു രാജ്യത്തെ കസ്റ്റമറിൻ്റെ ടേസ്റ്റ് പ്രിഫറൻസ് അല്ല നോക്കണത്, മൊത്തത്തിൽ ഗ്ലോബൽ വൈസ് ആണ് നോക്കണത് അല്ലേ. അല്ലാണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ടേസ്റ്റ് എന്താണോ, നമ്മളുടെ രാജ്യത്തെ ഡിമാൻഡ് മാത്രമല്ല നോക്കണത്, ഹോൾ ഡിമാൻഡാണ് നോക്കുന്നത്. പല മൾട്ടിനാഷണൽ കമ്പനികൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് മനസ്സിലാവും. ടൊയോട്ട, ഹോണ്ട, സാംസങ്, കൊക്കക്കോള, ഇതിൻ്റെയൊക്കെ പ്രൊഡക്റ്റുകൾക്ക് എന്താണ്, അവർക്കൊരു ട്രേഡ് മാർക്ക് ഉണ്ട്. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ്, എപ്പോഴും ഫീച്ചേഴ്സ് പുതിയത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ത് ഹെൽപ്പ് ചെയ്യേണ്ടത്, മാർക്കറ്റ് വൈഡൻ ആക്കുന്നതിനും മാർക്കറ്റ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ രാജ്യത്തും എന്തുണ്ട്, ഈ 4 കമ്പനികളുടെയും പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആണ്. എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. 4ാമത്തെ ഓവർകമ്മിങ് റെസഷൻ ആണ് പറയണത്. The stage of business cycle vary from country to country. Therefore, MNCs shift from the country experiencing a recession to the country experiencing boom conditions. Thus, international business firms can escape from the recessionary conditions. എന്താണ്, ഓരോ രാജ്യ സാമ്പത്തിക അവസ്ഥ എന്താണ് പല രീതിയിലായിരിക്കും. ഒരു രാജ്യത്ത് ബൂം പീരീഡാണ്, മറ്റു രാജ്യത്ത് റിസഷൻ പീരീഡ് ആയിരിക്കും. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് ആണെങ്കിൽ ഫേമിന് എന്താണ് റിസഷൻ കണ്ടീഷൻസ് വരുമ്പോൾ ഓവർകം ചെയ്യാൻ പറ്റും. എന്താണ്, ഒരു രാജ്യത്ത് അവർക്ക് നഷ്ടം നേരിട്ടെങ്കിൽ മറ്റൊരു രാജ്യത്ത് എന്താണ് ലാഭം ഉണ്ടാക്കുന്നതിന് സാധിക്കും. അതിനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ ബിസിനസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓവർകമ്മിങ് റിസഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വിനിമയ നിരക്ക് കുറയുന്നത്, പണത്തിൻ്റെ മൂല്യം കുറയുന്നത്, അത് ഒഴിവാകുന്നതിന് ഇൻ്റർനാഷണൽ ബിസിനസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 5ാമത്തെ റെഡ്യൂസ്ഡ് റിസ്ക് ആണ് പറയണത്. ബോത്ത് കൊമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റിസ്ക് ആർ റെഡ്യൂസ്ഡ് ഫോർ ദ കമ്പനീസ് എൻഗേജ്ഡ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് ഡ്യൂ ടു സ്പ്രെഡ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. അത് കൊമേഴ്ഷ്യൽ പൊളിറ്റിക്കൽ റിസ്ക് ആയിട്ടുണ്ടെങ്കിൽ കമ്പനീസിന് എന്താ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ അവർക്ക് ഒരു പരിധി വരെ അത് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്താണ്, പല രാജ്യങ്ങളിലായിട്ടാണ് അവർ എന്ത് ചെയ്യണത്, ബിസിനസ് നടത്തുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് അവർക്ക് കൊമേഴ്ഷ്യൽ പൊളിറ്റിക്കൽ റിസ്ക് അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യത്ത് അത് ഫേവറബിൾ കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ അഡ്വാൻറ്റേജ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. 6ാമത്തെ ലാർജ് സ്കെയിൽ ഇക്കണോമീസ് ആണ് പറയണത്. Because they have wider and larger market, multinational companies produce larger quantities. Invariably, it provides the benefit of large-scale economies like reduced cost of production, availability of expertise, quality, etc. Then wider market ആണ്, വലിയ മാർക്കറ്റാണ് മൾട്ടിനാഷണൽ കമ്പനികളെ സംബന്ധിച്ചോളം. അവരതുകൊണ്ട് തന്നെ ഒരു ലാർജർ ക്വാണ്ടിറ്റീസാണ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കുറവായിരിക്കും. എക്സ്പെർട്ടൈസ് അവൈലബിലിറ്റി എന്തായിരിക്കും, കുറയ്ക്കുന്നതിനൊക്കെ സാധിക്കും. ക്വാളിറ്റി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യുന്നതിനും സാധിക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എക്സ്പെർട്ടൈസും ക്വാളിറ്റിയൊക്കെ അവർക്ക് എന്താണ് എല്ലാ പ്രൊഡക്റ്റിനും ഒരേ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. എന്തുകൊണ്ടാണ് ഇത്, ലാർജ് പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് കേട്ടോ. ഇനി 7ാമത്തെ പറയുന്നത് പൊട്ടൻഷ്യൽ മാർക്കറ്റ്സ് ആണ് പറയണത്. International business provide the chance of exploring and exploiting the potential markets which are untapped so far. These markets provide the opportunity for selling the product at a higher price than in domestic markets. എന്താണ്, പല ചാൻസുകൾ, അവസരങ്ങളൊക്കെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പൊട്ടൻഷ്യൽ മാർക്കറ്റ്സ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവർ കണ്ടെത്താനായിട്ട് അത് യൂസ് ചെയ്യുന്നതിനും ഇപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡൊമസ്റ്റിക് മാർക്കറ്റിനേക്കാൾ കൂടുതൽ
പ്രൈസിന് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള രാജ്യങ്ങളിൽ അവരുടെ പ്രൊഡക്റ്റ് വിറ്റഴിക്കുന്നതിന് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണത്, അവരുടെ മാർക്കറ്റിന് പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുതലുള്ള മാർക്കറ്റ് ഏതാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രൊഡക്റ്റിന് വില കൂട്ടിയിട്ടുണ്ടെങ്കിലും അവിടെ വാങ്ങുന്നതിന് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള മാർക്കറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ബിസിനസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എട്ടാമത്തെ പറയുന്നത് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ. International business firms provide the opportunity for acquiring technology management expertise, market intelligence, product development, etc. This is more evident in the case of developing countries like India, African countries and Asian countries. The MNCs pose challenges to the domestic business initially. Domestic firms develop themselves to meet these challenges. Thus, the opportunities and challenges help the domestic companies to develop. ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരുപാട് ടെക്നോളജി, മാറി വരുന്ന ടെക്നോളജികൾ ഉപയോഗിക്കുന്നത്, മാനേജ്മെൻറ്റ് എക്സ്പെർട്ടൻസ് ഉപയോഗിക്കുന്നതിന്, മാർക്കറ്റിൻ്റെ ഇൻ്റലിജൻസ്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ഒക്കെ നടത്തുന്ന അവസരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് നമ്മുടെ ഇന്ത്യ, ആഫ്രിക്കൻ കൺട്രീസ്, ഏഷ്യൻ കൺട്രീസ്, അതിനെ മാർക്കറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇൻ്റർനാഷണൽ ബിസിനസ് വന്നതോടുകൂടി അവരുടെ വിപണിയിൽ ഉണ്ടായതെന്ന്. മൾട്ടിനാഷണൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചസ് ഒരുപാടുണ്ട് ഡൊമസ്റ്റിക് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിൽ. അപ്പോൾ ഡൊമസ്റ്റിക് ഫേംസ് ആവുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരിക്കും, അത് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസും ചലഞ്ചസും ഡൊമസ്റ്റിക് കമ്പനീസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന അവസരങ്ങളിൽ ഉപയോഗിക്കുന്നതിനും ചലഞ്ചുകൾ, വെല്ലുവിളികൾ നേരിടുന്നതിനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ ബിസിനസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നമ്മളുടെ രാജ്യത്ത് മാർക്കറ്റിലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള രാജ്യങ്ങളിൽ അത് വിറ്റഴിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു അവസരം എന്തിലുണ്ട്, ഇൻ്റർനാഷണൽ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒമ്പതാമത്തെ സ്പെഷ്യലൈസേഷൻ ആണ് പറയുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ് ലീഡ്സ് ടു ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ. എന്താ, ലേബേഴ്സിനെ ഡിവൈഡ് ചെയ്യാം, ഏതെങ്കിലും ഒന്നിൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഈച്ച് കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഓരോ രാജ്യത്തിനും എന്തുണ്ട്, അതിൻ്റെ കോമ്പറ്റീറ്റീവായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ചില പ്രൊഡക്റ്റുകൾ എന്തായിരിക്കും ഉൽപ്പാദിപ്പിക്കും, ആ രാജ്യത്തിന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ലേബേഴ്സിനായിരിക്കും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണത്. അപ്പോൾ ആ രാജ്യത്തുള്ളവർ എന്താണ് സ്പെഷ്യലൈസ്ഡ്, അപ്പോൾ കാറിൻ്റെ എൻജിൻ അല്ലെങ്കിൽ മോഡൽ അങ്ങനെ ഓരോന്ന് വെച്ചിട്ടുള്ളത്. ഹെൻസ് ദേ ക്യാൻ പ്രൊഡ്യൂസ് ഇറ്റ് അഡ്വാൻറ്റേജസിൽ. അപ്പോൾ അവർക്ക് എന്തിലാണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് അത് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ സ്പെയർ പാർട്സുകളൊക്കെ നോക്കിയിട്ട് പല രാജ്യങ്ങളിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലേ, അതെല്ലാവരും കൂടി അസംബിൾ ചെയ്തിട്ട് മെഷീനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്, ആ ഓരോ രാജ്യങ്ങൾക്കും ഓരോ കാര്യങ്ങളും പ്രത്യേകത ഉണ്ടാവും. പത്താമത്തെ പറഞ്ഞാൽ ഇക്കണോമിക് ഗ്രോത്ത് ആണ് പറയണത്. സ്പെഷ്യലൈസേഷൻ, ഡിവിഷൻ ഓഫ് ലേബർ, എൻഹാൻസ്മെൻറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി, ഇന്നോവേഷൻസ് ആൻഡ് ക്രിയേഷൻസ് ടു മീറ്റ് ദ കോമ്പറ്റീഷൻ, ദീസ് ലീഡ് ടു ഓവറോൾ ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ വേൾഡ് നേഷൻസ്. എന്താണ് പറയണത്, സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ഡിവിഷൻ ഓഫ് ലേബർ, പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനുണ്ട്, ഇന്നോവേഷൻസ് ഉണ്ട്, പിന്നെ കോമ്പറ്റീഷൻ എങ്ങനെ നമ്മൾ മീറ്റ് ചെയ്യുന്ന നമ്മൾക്ക് എന്താണ് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഓവറോൾ ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ വേൾഡ് നേഷൻസ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഒരേ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 11ാമത്തെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് വേൾഡ് റിസോഴ്സസ്. International business provide for the flow of raw materials, natural resource and human resource from countries where they are in excess supply to those countries in short supply. International business എന്താണ്, റോ മെറ്റീരിയൽസ്, നാച്ചുറൽ റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് എന്താണ്, ഒരു രാജ്യത്ത് നിന്നും അത് എവിടെയാണോ ഷോർട്ട് ഉള്ളത്, സർപ്ലസ് ഉള്ളത് അവിടെ നിന്ന് ഷോർട്ട് രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് സാധിക്കുന്നുണ്ട്. എക്സാമ്പിൾ, ഫ്ലോ ഹ്യൂമൻ റിസോഴ്സ് ഫ്രം ഇന്ത്യ, consumer goods from UK, France, Italy and Germany to developing countries, electronic goods from Japan, Korea, etc. എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ രാജ്യത്ത് ഒരുപാട് കഴിവുള്ള കാലിബറുള്ള ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് അവർ ഇതിനെ എന്ത് ചെയ്യണത്, മറ്റുള്ള രാജ്യങ്ങൾ എടുക്കണം. അതുപോലെ കൺസ്യൂമർ ഗുഡ്സ് നമ്മൾ എന്താണ്, അമേരിക്ക, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്നാണ് ഡെവലപ്പിംഗ് കൺട്രീസിൽ വന്നത് കൺസ്യൂമബിൾ ഗുഡ്സ് കേട്ടോ. പിന്നെ ഇലക്ട്രോണിക് ഗുഡ്സ് ആണെങ്കിൽ കൂടുതലും ജപ്പാൻ, കൊറിയ ഈ 2 രാജ്യങ്ങളിലൊന്നുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും തന്നെ പ്രത്യേകതയുണ്ട്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന് അത് ക്വാളിറ്റി കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ.
ദിസ് ഇൻ ടേൺ ഹെൽപ്സ് ഫോർ ദ ഒപ്റ്റിമം ആൻഡ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് വേൾഡ് റിസോഴ്സസ്. ഇതെന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ ലോകത്തെ എല്ലാ റിസോഴ്സുകളും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 12 കൾച്ചർ ട്രാൻസ്ഫോർമേഷൻ ആണ് പറയുന്നത്. There are social and cultural transformation through international business. It does mean that the good cultural factors and values of the East are acquired by the West and vice versa. Thus, there is a close cultural transformation and integration. എന്താണ് പറയുന്നത്? ഇൻ്റർനാഷണൽ ബിസിനസ് വന്നതോടുകൂടി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതോടെ എന്താണ് സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നല്ല കൾച്ചറൽ ഫാക്ടേഴ്സും അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കിഴക്കൻ രാജ്യങ്ങളിൽ ചില വാല്യൂസ് അവർ പിന്തുടരുന്ന കാര്യങ്ങളൊക്കെ പഴയ പാശ്ചാത്യ രാജ്യങ്ങളും അത് അനുകരിക്കുന്നുണ്ട്. നേരെ തിരിച്ചുമുണ്ട്. നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾക്ക് ഏറ്റെടുക്കാം. എല്ലാവർക്കും ഒരേപോലെ ആവണം എന്നില്ല. പലരും എന്ത് ചെയ്യാം? ചില കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് ഏറ്റെടുക്കണുള്ളൂ. അപ്പം പല ചിലപ്പോൾ ഡ്രസ്സിങ് ആയിരിക്കാം, ഫുഡായിരിക്കാം, ലിവിങ് ഹാബിറ്റ് ആയിരിക്കാം, അങ്ങനെ പല പല മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിൽ കൾച്ചറലായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനും ഇൻറ്റഗ്രേഷനും കൂടി എന്തിലുണ്ട്? ഇൻ്റർനാഷണൽ ബിസിനസ്സിലുണ്ട്. ലാസ്റ്റ് 13ാമത്തെ പോയിന്റ് പറഞ്ഞാൽ ഗ്ലോബൽ വില്ലേജ് ആണ് കേട്ടോ. ഇൻ്റർനാഷണൽ ബിസിനസ് അൾട്ടിമേറ്റ്ലി നിറ്റ് ദ ഗ്ലോബൽ economies, societies and countries into a closely interactive and traditional village where one is for all and all are for one. ഇന്റർനാഷണൽ ബിസിനസ് എന്താണ്? ഗ്ലോബൽ ഇക്കണോമീസ് ആയിട്ടാണ് നൈറ്റ് എന്നാണ് ഉറപ്പിക്കുന്നത്. സൊസൈറ്റീസ് അതുപോലെ രാജ്യങ്ങളായിട്ട് എന്താണ് അവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ, കൂടുതൽ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ട്രഡീഷണൽ വില്ലേജുകളും അവരുമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ട്രഡീഷണൽ വില്ലേജുകൾ എന്താണ്? ട്രഡീഷണൽ പരമ്പരാഗതമായ കാര്യങ്ങൾ മാത്രം അഡോപ്റ്റ് ചെയ്ത് ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാവരുടെ കൾച്ചറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനും എന്ത് ഹെൽപ്പ്? ഇൻ്റർനാഷണൽ ബിസിനസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ കൺസെപ്റ്റ് എന്താണ്? വൺ ഈസ് ഫോർ ഓൾ. എല്ലാവർക്കും വേണ്ടി ഒരാൾ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ എല്ലാവരും ഒന്നിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. ഒന്നെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും എന്തായിട്ട് കാണാം? വണ്ണായിട്ട് കാണാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് എൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയേണ്ടത്. 13 പോയിന്റ്സ്. International business offers numerous benefits to host nations also. This includes increased employment opportunities, availability of wide range of products and services that increases standard of living, more access to international market through foreign MNCs, increases in GDP due to the operations of international firms, helps in building up the foreign exchange reserves, development and spin-off new industries, and thereby industrial and economic development, closer integration into global economy. ഇൻ്റർനാഷണൽ ബിസിനസ് എന്താണ്? ഒരുപാട് സാധ്യതകൾ അല്ലെങ്കിൽ ഒരുപാട് ബെനിഫിറ്റുകൾ ആർക്ക് നൽകുന്നുണ്ട്? ഹോസ്റ്റ് നേഷൻസിനും നൽകുന്നുണ്ട്. ഇതിൽ പറഞ്ഞാൽ എന്താണ്? എംപ്ലോയ്മെൻറ്റ് അവസരങ്ങൾ കൂടുന്നുണ്ട്. എവിടെയാണ് ഒരു പുതിയ കമ്പനി സെറ്റ് ചെയ്യുന്നത് അവിടെ ഉള്ളവർക്ക് ജോലി കിട്ടും. അതുപോലെ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ, സർവീസുകൾ അവൈലബിൾ ആവും. സ്റ്റാൻഡേർഡ് ജീവിത നിലവാരം ഉയരുന്നുണ്ട്. ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയത് ഫോറിൻ മൾട്ടിനാഷണൽ കമ്പനിയിലൂടെ അവർക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കൂടുതൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇൻ്റർനാഷണൽ ഫേംസിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ. അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ കൂടുതൽ ഉണ്ടാക്കുന്ന, ബിൽഡപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഡെവലപ്പ് ചെയ്യുന്നതിന് സാധിക്കുന്നുണ്ട്. അത് ഇൻഡസ്ട്രിയലായും ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനും സഹായിക്കുന്നുണ്ട്. ഇത് ഗ്ലോബൽ ഇക്കണോമിനെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വേഗത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനും, എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെ ഇക്കണോമിയെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഗ്ലോബൽ വൈസ് പ്രവർത്തിക്കുന്നത് ഹെൽപ്പ് ചെയ്യേണ്ട ഇൻ്റർനാഷണൽ ബിസിനസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് കേട്ടോ.